ചിത്തി, നിങ്ങൾ സംസാരിക്ക, ഞാനങ്ങോട്ട് നിൽക്കാം. ഇയാളോട് ഇങ്ങനെ പറയണമെന്ന് എനിക്കറിയില്ല. പറയണോ വേണ്ടെന്ന് ഒരുപാട് ആലോചിച്ചു. പിന്നെ ചിത്തിയോട് സംസാരിച്ചപ്പോഴേ എനിക്കൊരു ധൈര്യം വന്നു. ഇയാള് പറഞ്ഞ് ബുദ്ധിമുട്ടണ്ട. ചിത്തി പറഞ്ഞത് സത്യ. എനിക്ക് ഇന്ദ്രനെ ഇഷ്ടമാ. ആ ഇഷ്ടം എന്തുകൊണ്ടാന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. ഒരുപക്ഷെ ഇയാളോടൊപ്പം ചെലവഴിക്കുന്ന ഓരോ നിമിഷവും എനിക്ക് സന്തോഷവും കെയറിങ്ങും ഒക്കെ ആയതുകൊണ്ടാവാം. ആ സന്തോഷം ജീവിതകാലം മുഴുവൻ ഒരുമിച്ച് പങ്കിടാൻ തയ്യാറാണോ എന്നറിയാനാണ് ഞാൻ വന്നത്. അറിയില്ല, അങ്ങനൊരു തീരുമാനം എടുക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിയില്ല. ഇന്ദ്രൻ പൂർണ്ണ മനസ്സോടെയാണോ എന്നെ സ്വീകരിക്കാൻ തയ്യാറായത്? അതെ. എനിക്കില്ലാത്തത് അത് തന്നെയാ, പൂർണ്ണമായും തീരുമാനം എടുക്കാൻ കഴിയാത്തൊരു മനസ്സ്. ഒരു തുലാസിൽ തൂക്കിയ തന്നോടുള്ള ഇഷ്ടത്തിന്റെ തട്ട് തന്നെയാണ് താന്നിരിക്കുന്നത്. ഉയർന്ന തട്ടിൽ കുടുംബക്കാരും സമൂഹവും എല്ലാം ചേർന്നൊരു വാൾ കെട്ടിയിട്ടുണ്ട്. അത് ചിലപ്പോ എന്റെ മാത്രമല്ല, തന്റെയും ജീവിതം ഇല്ലാതാക്കും. അതുകൊണ്ട് എൻ്റെ കൂടെ വരില്ലെന്നാണോ? അങ്ങനെയാണ് ഞാൻ തീരുമാനിക്കുന്നെങ്കിൽ എന്നെ വെറുക്കരുത്, എന്നോട് ക്ഷമിക്കണം. സംസാരിച്ചോ? എന്ത് തീരുമാനിച്ചു? നിന്നോടാ ചോദിക്കുന്നേ, എന്താ തീരുമാനിച്ചു? ഞാനൊന്നും തീരുമാനിച്ചില്ല. എനിക്കറിയില്ല ചിത്തി, ഞാൻ എന്ത് ചെയ്യണമെന്ന്. ലോകം എന്ത് പറയുന്നു പേടിച്ചാ ഇവിടെ ആർക്ക് സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് ജീവിക്കാൻ പറ്റില്ല മോളെ. എല്ലാ സന്തോഷവും നിറഞ്ഞ ജീവിതമായിരുന്നു നിന്റേതെങ്കിൽ നിന്നെ ആദ്യം എതിർക്കുന്നത് ഈ ഞാനായിരുന്നേനെ. നീ ഇങ്ങനെ നരയിക്കുന്നത് കാണാൻ എനിക്കിനി വയ്യ. നമ്മളെ തുറന്ന മനസ്സോടെ സ്നേഹിക്കുന്ന ഒരാളെ നമുക്കൊരു പ്രാവശ്യമേ ജീവിതത്തിൽ കിട്ടുള്ളൂ. അത് നീ നഷ്ടപ്പെടുത്തരുത്, അത്ര എനിക്ക് പറയാനുള്ളൂ. ഇറങ്ങാറായോ? എന്താ? അല്ല, ഇറങ്ങാറായോ എന്ന്. പോണ്ട സമയം. എന്താ താക്കോല്? സാറിനോട് പറഞ്ഞാൽ മതി. പിന്നെ എൻ്റെ സാധനങ്ങളൊന്നും ഞാനിപ്പോൾ എടുക്കുന്നില്ല, എല്ലാം ഹരിയേട്ടനോട് പറഞ്ഞിട്ടുണ്ട്. അവർ പാക്ക് ചെയ്ത് അയച്ചോളൂ. ഇതാ പിടി. കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? അതിനെന്താ, കയറിയിരിക്കേ. ആ, താങ്ക്സ്. ഈ പെയിന്റിങ് സാറ് വരച്ചാണോ? അല്ല, ഞാൻ വരച്ചതാ. ആ, എങ്ങനെയുണ്ട്? അസലായിട്ടുണ്ട്. ഇയാളൊരു സംഭവമാണല്ലോ. ഞാൻ വലിയ സംഭവമല്ലാന്ന് എനിക്കറിയാം. പിന്നെ ഇവിടെ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ഒരു നേരം പോക്ക്, അങ്ങനെ വരച്ചു കൂട്ടണതാ. പിന്നെ ഇപ്പൊ ഒരു കളക്ഷനൊക്കെ ഉണ്ട്. പെയിന്റിങ്സ് ഒക്കെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ? ആ, പിന്നെന്താ, ആ, വാ. ഓ, അവിടെയാ. ഇയാൾ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ യൂസ് ചെയ്യോ?
ഏയ് ഇത് ഞാൻ പണ്ട് കോളേജിൽ ഫൈനൽ ഇയറിന് പഠിക്കുമ്പോൾ വാങ്ങിയതാ. ആഹാ. അന്ന് കോളേജിലൊരു ഷോ ഉണ്ടായിരുന്നു. ഉം. വീട്ടിൽ കരഞ്ഞ് കാല് പിടിച്ചൊപ്പിച്ചതാ. കരഞ്ഞതിനൊക്കെ ബലം ഉണ്ടായിട്ടോ. ഉം. അന്ന് ഞാനായിരുന്നു വിന്നർ. ഇടയ്ക്ക് ഞാനൊന്ന് ഇട്ട് നോക്കും. എൻ്റെ മനസ്സും ശരീരവും ജീവിതവും ഒന്നും മറവിച്ചിട്ടില്ലെന്ന് എന്നെ തന്നെ ബോധ്യപ്പെടുത്താൻ. ഉം. ഉം. ഇത് ആ ഇതെന്റെ കുടുംബക്ഷേത്രത്തിലെ ദേവീ വിഗ്രഹ. ക്ഷേത്രമൊക്കെ നശിച്ചു പോയി. പിന്നെ കുടുംബത്തിലെ മൂത്ത കാരണവരെന്ന നിലയിൽ സാറാണ് ഇതിന്റെ ഉടമസ്ഥൻ. ഇതിനും കൂടി വേണ്ടിയിട്ടാ അങ്ങേര് എന്നെ കല്യാണം കഴിച്ച്. സാറിന് എന്തിനത്? ഇത് നവരത്നങ്ങൾ പതിച്ച പഞ്ചലോക വിഗ്രഹ. ആ, ഇത് വിറ്റ കോടികൾ കിട്ടും. സാറിന് ആന്റിക് ബിസിനസ്സും ഉണ്ട്. ആന്റിക്സ് എനിക്ക് ഇഷ്ടമുള്ള ടോപ്പിക്കാണ്. ബട്ട് ആന്റിക് ബിസിനസ് ഇല്ലീഗൽ അല്ലേ? അതെനിക്കറിയില്ല. പക്ഷെ ഇതങ്ങനെ ആർക്കും വിൽക്കാൻ പറ്റില്ല. അത്രയ്ക്ക് ശക്തിയുള്ള ദേവിയാ. നമ്മൾ മനസ്സറിഞ്ഞ് എന്ത് പ്രാർത്ഥിച്ചാലും അത് നടക്കും. എന്നിട്ടെന്താ തൻ്റെ ആഗ്രഹങ്ങളൊന്നും നടത്തി തരാഞ്ഞേ? ശപിക്കപ്പെട്ട ജന്മമായിരിക്കും എൻ്റേത്. അങ്ങനെയൊന്നുമില്ലടോ. എല്ലാത്തിനും അതിൻ്റെതായ സമയമുണ്ട്. അതുകൊണ്ടായിരിക്കും ദേവി എന്നെ തന്നെ തൻ്റെ മുന്നിലേക്ക് എത്തിച്ചത്. എന്നിട്ട് എന്ത് കാര്യം? കാര്യമില്ലെന്ന് ആരാ പറഞ്ഞു? തന്നെ ഞാൻ ഇവിടെ നിന്ന് രക്ഷിക്കട്ടെ? എന്നെ എങ്ങനെ രക്ഷിക്കുന്നാ? പറയാം. ഇതെന്താ സംഭവം? പറഞ്ഞാൽ വിശ്വസിക്കില്ല. ഇത് വെറും ഒരു കല്ലല്ല, ഇതൊരു മാജിക് സ്റ്റോണാണ്. എനിക്ക് തന്നെ വിശ്വാസ. പറ, എന്ത് മാജിക് സ്റ്റോൺ? ഇത് കയ്യിൽ വെച്ച് പ്രാർത്ഥിച്ചാൽ നമുക്ക് ഇഷ്ടമുള്ള ആളുടെ രൂപം സ്വീകരിക്കാൻ പറ്റും. എനിക്ക് തീരെ ബുദ്ധിയില്ലാന്ന് തോന്നുന്നുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ വിശ്വസിക്കില്ല എന്ന്. ഞാൻ വിശ്വസിക്കണമെങ്കിൽ എന്നെ പ്രൂവ് ചെയ്യണം. ഇതങ്ങനെ പരീക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കാൻ പാടില്ലെന്നാണ്. പക്ഷേ തനിക്ക് വേണേ ഞാനൊന്ന് പ്രൂവ് ചെയ്ത് കാണിച്ചു തരാം. ചുമ്മാ പുളു അടിക്കല്ലേ. അങ്ങനെയാണെങ്കിൽ ഇതൊക്കെ വെച്ച് എല്ലാവർക്കും എന്തൊക്കെ ചെയ്യാം? പറ്റില്ല. അർഹതപ്പെട്ടവരുടെ കൈ കിട്ടിയാൽ മാത്രമേ ഇതിന്റെ മാജിക് പവേഴ്സ് ഒക്കെ വർക്ക് ചെയ്യുള്ളൂ. അല്ലാത്തവരുടെ കൈ കിട്ടിയത് വെറും ഒരു കല്ല് മാത്രമാണ്. ഈ മന്ത്രതന്ത്രങ്ങളൊക്കെ നടത്തിയിരുന്ന കുടുംബമാണ് എൻ്റെത്. എൻ്റെ മുത്തശ്ശൻ്റെ കയ്യിൽ നീട്ടിയത്. ശരി, ഞാൻ വിശ്വസിക്കാം. എന്നെ പ്രൂവ് ചെയ്ത് കാണിക്കും. ഇത് ഉപയോഗിക്കുമ്പോൾ കൂടെ ആരും ഉണ്ടാവാൻ പാടില്ലെന്നാണ്. Open your eyes. എന്താ പേടിച്ചോയോ? ഞാൻ കണ്ടതിൽ വെച്ച് ഏറ്റവും സുന്ദരിയായ പെണ്ണിന്റെ കാമുകന്റെ രൂപം സ്വീകരിക്കാനാണ് ഞാൻ പ്രാർത്ഥിച്ചത്. കാമുകനല്ല, കള്ളക്കാമുകൻ. ഇയാള് പോവാണല്ലേ? പോയില്ലേ പറ്റൂ. അപ്പൊ നമ്മളിനി കാണില്ല? ഒരിക്കൽ കൂടി ചോദിക്കുകയാണ്, എൻ്റെ കൂടെ വന്നൂടെ? വരണം തന്നെയാണ്, പക്ഷെ കഴിയില്ല. ഇയാളെ കണ്ടതും ഇഷ്ടപ്പെട്ടതും അടുത്തതും അടക്കം ദാ ഇപ്പൊ ഈ ചെയ്യണതൊക്കെ ഒരു തെറ്റാണെന്ന് എനിക്കറിയാം. പക്ഷെ എന്നെക്കാൾ കൂടുതൽ ഈ തെറ്റിനെയാണ് ഞാനിന്ന് ഇഷ്ടപ്പെടുന്നത്. ഈ തെറ്റിന്റെ ഓർമ്മ മാത്രം മതി എനിക്കിനി ജീവിക്കാൻ. വലിയ ആളായി കഴിയുമ്പോൾ എനിക്കിവിടെയൊക്കെ പറയാലോ എൻ്റെ ഫ്രണ്ടാന്ന്.
അയ്യോ സാറ് വരുന്നു. നീ എന്ത് ചെയ്യും? വാ വാ. അതുവഴി പോ. ഇവിടെ നിൽക്കണ്ട, പോ. किं क्रियते तत्र भवत्या? एतादृश वस्त्रं न धरणीयमति पूर्वमेव सूचितं किल. तत्र शब्दः नाहं जानामि, सः स्तेन मार्जारः स्यात्. കള്ളം പറയാൻ മിടുക്കിയാണല്ലേ. പൂച്ചയാണെന്ന്. ഞാൻ കള്ളം പറഞ്ഞില്ലല്ലോ. മാർജാരൻ എന്ന പൂച്ചാന്ന് മാത്രമല്ല, കാമുകനെന്നും അർത്ഥമുണ്ട്. നിന്റെ ബുദ്ധി ഞാൻ സമ്മതിച്ചു. നിർജ്ജനേ ഗൃഹേ പ്രവിഷ്ടാഹ മാർജാരഹ സർവേ മാരണീയഃ. എന്ന് വെച്ചാൽ ആളില്ലാത്ത നേരത്തെ വീട്ടിൽ കയറുന്ന മാർജാരനെ കൊല്ലണമെന്ന്. അതെ, ഞാൻ നേരത്തെ ചോദിക്കാന്ന് വിചാരിച്ചതാ. ഇതേതായി കാട്ടുഭാഷ? കാട്ടുഭാഷയോ? ഇത് സംസ്കൃതമാണ് ശാന്തനു. ഞങ്ങൾ ശരിക്കും ഇവിടുത്തുകാരല്ല. ശിവകയിലെ മട്ടൂരാണ് സ്ഥലം. അവിടുത്തെ കോമൺ ലാംഗ്വേജ് ആണ് സാൻസ്ക്രിറ്റ്. ഇവിടെ വന്നിട്ട് വർഷങ്ങളായെന്ന് മാത്രം. ഒരു മിനിറ്റ്, ആ മാർജാരയുടെ അർത്ഥം എന്താന്ന് പറഞ്ഞത്? പൂച്ചയെന്നും കാമുകനെന്നും അർത്ഥമുണ്ട്. എന്താ അവിടെ ഒരു ശബ്ദം? പാത്രം പിന്നെയും പൊട്ടിച്ച? ഇവളും പൂച്ചയും തമ്മിലുള്ള കളി ഇതുവരെ തീരാറായില്ലേ? ഞാനാ എവിടെ നിന്റെ കള്ളപ്പൂച്ച? എനിക്കെല്ലാം മനസ്സിലായി. ഞാൻ വരട്ടെ, രണ്ടെണ്ണത്തിനെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. മാർജാര കള്ളർ റാസ്കല്. സർ, എന്തോ ശാന്തനുവിനെ ഹോസ്പിറ്റലിൽ എത്തിച്ച ആളെ കിട്ടിയിട്ടുണ്ട്. അയാളെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോവാ. ഞാൻ അങ്ങോട്ട് വരാം. ഓക്കെ സർ.